ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, അപ്പോൾ ഇഞ്ചിയൊക്കെ പെറുക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് ആർക്കും ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും എൻ്റെ രീതിയിൽ ഉള്ളൊരു ഇഞ്ചിക്കറി അതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി എടുക്കാം. നമ്മൾക്ക് സദ്യയിലൊരു മെയിൻ ഘടകമാണ് ഇഞ്ചിക്കറി അല്ലേ. ചില നാട്ടിൽ പുളിയിഞ്ചി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ കോട്ടയം സൈഡിലേക്ക് ഇഞ്ചിക്കറിയാണ്. പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ഇഞ്ചിക്കറിക്ക് തന്നെയാണോ പുളിയിഞ്ചി എന്ന് പറയുന്നതെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഞ്ചിക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിലൊരു മെയിൻ ഘടകമല്ലേ ഇഞ്ചിക്കറി. അതേപോലെ തന്നെ ഉള്ളിത്തീയൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിലെ എല്ലാ വിഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. സദ്യയിൽ ഞാൻ എല്ലാ കറികളും കഴിക്കുകയും ചെയ്യും. ഒന്നുപോലും വേസ്റ്റ് ആക്കാറില്ല. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് ഫുഡിനേക്കാളും എനിക്ക് വെജ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്ത് നല്ലോണം ഒന്ന് വൃത്തിയാക്കുക. കുറച്ച് ഞാൻ ചിരണ്ടി തൊലി കളയുന്നുണ്ട്. ചിലത് ചിരണ്ടാൻ മടിയായതുകൊണ്ട് ഞാൻ ചെത്തി കളയുന്നുണ്ട്. എങ്ങനെയായാലും ക്ലീൻ ആയാൽ പോലെ ഒരേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ആ ഇഞ്ചിയെല്ലാം ഞാൻ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് അരിയണം. നല്ല നൈസായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. കാരണം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. കട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വറുത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നൈസായിട്ട് അത് അരിഞ്ഞ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയെല്ലാം ഞാൻ വൃത്തിയാക്കി ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് കുക്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിങ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ ശീലമായി ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയെല്ലാം അരിഞ്ഞ് നമ്മൾ പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതായത് ഇതൊന്ന് വറുത്ത് കോരണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചി ഇട്ട് പറഞ്ഞില്ലേ നൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ആ ചെറിയ തവി വെച്ച് കോരാൻ നോക്കി നടപടിയാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു തവിയെടുത്ത് അതുപോലെ നല്ലൊന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും എൻ്റെ ആ ഒരു പാൻ ചെറുതും ഞാൻ എടുക്കുന്ന തവികളെല്ലാം വലുതുമായതുകൊണ്ട് ഇത് കോരിയെടുക്കൽ കുറച്ച് ടാസ്ക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് മുഴുവൻ വാരിയെടുത്ത്. പിന്നെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ വറുത്തെടുത്ത് രണ്ട് ട്രിപ്പ് വറക്കാനുള്ള ഇഞ്ചി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യത്തേത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ എണ്ണയിലേക്ക് അടുത്ത ട്രിപ്പ് ഇഞ്ചി അരിഞ്ഞതെല്ലാം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് ഫ്രൈ ആവട്ടെ. നല്ലോണം ഫ്രൈ ആയാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. കാരണം ഈ ഒരു ഇഞ്ചി നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു പുളിയിഞ്ചിയിൽ ഇതങ്ങനെ തന്നെ നുറുക്കിയിടുകയാണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഞ്ചിക്കറി ഇഷ്ടം. പുളിയിഞ്ചി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇഞ്ചിയെല്ലാം വറുത്ത് കോരി എടുത്തു. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ. ഈ എണ്ണ ഒഴിക്കുന്നത് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ്. തേങ്ങ എണ്ണയില്ലാതെ വറുത്തെടുക്കാം. പക്ഷേ എനിക്കത് എണ്ണയിൽ വറുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇഞ്ചി കറി വെക്കുന്ന ടൈമിൽ പച്ചമുളക് നമുക്ക് ഇടാവുന്നതാണ്. അപ്പം ഞാൻ അതെടുത്തിട്ടില്ല. പകരം ഞാൻ വറ്റൽമുളകാണ് എടുത്തത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കണം. പുകയൊക്കെ വരുന്നത് കണ്ടിട്ട് ദേവലോകമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ചെറുതായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞു പോയിട്ടില്ല. എന്താ പിന്നെ ഇത്ര പുക വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നേരത്തേക്ക് എൻ്റെ വീടൊരു ദേവലോകമായിരുന്നു. മൊത്തം ഒരു സാധനം ആൾക്കാർ കാണാൻ പാടില്ല എന്ന് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം പറയുന്നത് പോലെ അടുപ്പിനുള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ പുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ വറുത്ത് അതൊന്ന് ചൂടാറട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. ആ ടൈമിലേക്ക് തേങ്ങ വറക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ ഇഞ്ചി നല്ലോണം വറുത്ത് കോരിയിരുന്നു. വറുത്തല്ല, പൊടിച്ചെടുത്തിരുന്നു. ഓൾറെഡി വറുത്ത സാധനം പിന്നെ വറക്കാൻ പറ്റില്ലല്ലോ. അതെല്ലാം കൂടി നല്ലോണം പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ ഒന്ന് തണുത്തതിന് ശേഷം തേങ്ങ നല്ലോണം വെള്ളം ചേർക്കാതെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്.
എന്നിട്ട് വീണ്ടും നമ്മുടെ പാൻ അടുപ്പത്തേക്ക് വെച്ചു, കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മളുടെ ഇഞ്ചി ചേർക്കാം. അപ്പോൾ നല്ലോണം പൊടിയായിരിക്കണം, അതായത് തരിതരിയായിട്ട് നല്ല ശർക്കരപ്പൊടി പോലില്ലേ, അങ്ങനെ നല്ലോണം പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ ഇഞ്ചി കടുക് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണയിലേക്ക് ചേർക്കുക. എന്നിട്ട് എണ്ണയും കടുകും ഇഞ്ചിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇഞ്ചി എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ. എണ്ണയും കടുകും ഒക്കെ ആയിട്ട് ഇഞ്ചി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർക്കുക. ആ അരപ്പ് നല്ലോണം ഒന്ന് ചേർക്കുക. അരപ്പും ഇഞ്ചിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് യോജിക്കുന്നത് വരെ എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അരപ്പ് നല്ലോണം അരഞ്ഞിരിക്കണം, അതായത് തേങ്ങ പീസ് പോലെ കിടക്കരുത്, നല്ലോണം അരഞ്ഞിരിക്കണം. നല്ലോണം അരച്ച് അരപ്പ് കുറച്ച് മിക്സിയുടെ ജാറിലുണ്ടായി, അത് എത്ര നോക്കിയിട്ടും പോരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം കഴുകി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ പുളി എടുക്കുന്ന ടൈമിൽ ഈസി ആയിട്ട് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് നേരത്തെ തന്നെ കുറച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് രസം കൂടി ഉണ്ടാക്കണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേറെ സോക്ക് ചെയ്യാനായിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ പുളി മാത്രം ഞാനൊരു ചെറിയ ബൗളിലേക്ക് എടുത്ത് അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ചെറിയ പുളിയും മധുരമൊക്കെ തന്നെയാണല്ലോ ഇഞ്ചിക്കറിയുടെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആ പുളിയൊക്കെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ പുളിയോടെ വെച്ചിട്ടുണ്ട്. പുളി കുറവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇനിയും പിഴിഞ്ഞ് ഒഴിക്കാമല്ലോ. അപ്പോൾ പുളിവെള്ളം ഞാൻ നല്ലോണം ഇഞ്ചിക്കറിയിൽ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഈ ടൈമിൽ ഒന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എനിക്ക് BP ലോയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അതിന് ഉപ്പ് കുറച്ച് കൂടുതലാണ്. എന്നാൽ കുറച്ചിടണ്ടേ, അത് ചെയ്യുമല്ലോ, ആദ്യം കുറേ വാരിയിടും, എന്നിട്ട് പിന്നെ ഉപ്പ് നോക്കേണ്ട കാര്യമുണ്ടോ? 15 കറിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇഞ്ചിക്കറി ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് ശർക്കര വേണം. അപ്പോൾ ഞാൻ ശർക്കര പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ശർക്കര ഞാൻ വാങ്ങാറില്ല, വെറുതെ അത് പൊടിച്ച് പിന്നെ മെനക്കേടാണ്. അപ്പോൾ ഞാനിങ്ങനെ പൗഡറുണ്ട്, അത് വാങ്ങി വെക്കും. അപ്പോൾ അത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഞ്ചിക്കറിക്ക് നല്ല മധുരവും പുളിയും വേണം. അപ്പോൾ അത് ചേർത്തപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ഒരു കളർ ചേഞ്ച് കണ്ടോ. അത് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ബ്രൗൺ കളർ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്, പക്ഷേ നേരിട്ട് കാണുന്ന നല്ല കറുത്ത കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കളർ വന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറിക്ക്. ഇതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി മധുരം ഇട്ടു. കാരണം എനിക്ക് മധുരം നിർബന്ധമാണ് ഇഞ്ചിക്കറിക്ക്. എനിക്ക് മധുരമുള്ള കറികൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഏട്ടൻ നേരെ തിരിച്ചാണ്, ഏട്ടന് മധുരമുള്ള കറികളൊന്നും ചോറിൻ്റെ കൂടെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇഞ്ചിക്കറി സെറ്റായി വന്നപ്പോഴാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന കാര്യം മറന്നുപോയത്. ഗാർണിഷ് ചെയ്യാതെ എന്തോന്ന് ഇഞ്ചിക്കറി. അപ്പോൾ വേഗം പോയിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. കറിവേപ്പിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തു. ഓൾറെഡി വറ്റൽമുളക് അരച്ച് ഞാൻ ചേർത്തുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വറ്റൽമുളക് ഇനി ചേർത്തില്ല. ആവശ്യമെങ്കിൽ കടുക് താളിച്ച് വറ്റൽമുളക് ഇടാം, പിന്നെ നമ്മളുടെ പച്ചമുളകും കൂടി ഇതിൽ കീറിയിടാവുന്നതാണ് കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇതാണ് എൻ്റെ ഇഞ്ചിക്കറിയുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.